ഞാനൊരു എഡ്യൂക്കേഷണൽ പർപ്പസ് ആയിട്ടുള്ള വീഡിയോസാണ് കൊണ്ടുവരുന്നത്. നമ്മൾ ഈസ്മൈ ഡീൽ എന്ന് പറഞ്ഞ ആപ്പിൽ നിന്ന് നമ്മൾ ഗോൾഡ് വാങ്ങിയിട്ടുള്ള ഒരു അനുഭവവും അതുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ ഗോൾഡും വാങ്ങുമ്പോഴുള്ള അതിൻ്റെ ബുദ്ധിമുട്ടും അതിൻ്റെ നഷ്ടങ്ങളും കുറിച്ച് ഞാൻ ഒരു വിവരണം തരികയാണ്. അപ്പം നമ്മളിത് പേടിഎം അതുപോലെ ക്രെഡൊക്കെ വെച്ച് വാങ്ങിക്കുമ്പോഴും ലോസ് വരുന്നുണ്ട്, GST വരുന്നുണ്ട്, ബാക്കിയൊക്കെ വരുന്നുണ്ട്. പക്ഷേ ക്രെഡിൽ നമുക്ക് 48 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഗോൾഡ് വാങ്ങിയിട്ട് 48 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കത് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ പേടിഎമ്മിൽ നമുക്ക് നേരത്തെ പിൻവലിക്കാം. പക്ഷേ അതിൽ നല്ല ലോസ് വരും. അതായത് ഒരു GST കഴിഞ്ഞ് പിന്നെ കുറച്ച് പൈസ നമ്മുടെ കൃത്യമായിട്ട് കാൽക്കുലേഷനും നമുക്കറിയില്ല അപ്പോഴത്തെ ഗോൾഡിൻ്റെ റേറ്റ് ഒന്നും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ചിട്ടുള്ള പൈസയെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുള്ളൂ. പക്ഷേ കൂടുതൽ ലോസ് വരുന്നതും നമുക്ക് കൃത്യമായിട്ട് പണം തരാത്തതുമായിട്ടുള്ള ഒരു സംഭവമാണ് ഈസ്മൈ ഡീൽ എന്ന് പറഞ്ഞ ഒരു ആപ്പ്. അപ്പോൾ ഇതിൽ ഗോൾഡ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. പൊതുവേ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങരുത് എന്നാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത്. ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. സെബിയുടെ അപ്രൂവൽ ഇല്ല, അതായത് ഡിജിറ്റൽ ഗോൾഡിന്. അപ്പോൾ അങ്ങനെ വരുന്നത് എന്താ വെച്ചാൽ നമുക്ക് ആരോടും ചോദിക്കാനോ അല്ലെങ്കിൽ ഒരു കംപ്ലയിൻറ്റ് ചെയ്യാനോ എന്നൊക്കെയുള്ള ബുദ്ധിമുട്ടുകളും അതിൻ്റെ പ്രശ്നങ്ങളും ഒക്കെയാണ് അതിൽ വരുന്നത്. ഇപ്പോൾ ഇത് കണ്ടോ, എൻ്റെ ഇത് നമ്മൾ കൊടുത്തിട്ട് കുറേ ആയിട്ടുണ്ട് വിഡ്രോവലിന്. അതായത് ഡിസംബർ 30 കൊടുത്തിട്ടുള്ളതാണ് ഞാനതിൽ. പക്ഷേ എൻ്റെ ഇതിൽ ആ പൈസ ഇനി എത്തിയിട്ടില്ല. 2-3 വട്ടം ഞാനത് അവരോട് കംപ്ലയിൻറ്റ് ചെയ്തു. പക്ഷേ അവർ നാളെ എത്തും എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയൊക്കെയാണ് പറഞ്ഞ് നമ്മുടെ ഇട്ടിട്ട് 2-3 ദിവസമായിട്ട് അങ്ങനെ വിളിച്ചിട്ട് അങ്ങനെയാണ് അവർ പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കറക്റ്റായിട്ട് അവർക്ക് പെട്ടെന്ന് ഇത് ചെയ്യാം. അപ്പോൾ ഇതിലെന്തോ ഒരു സ്കാം ഉണ്ടെന്നാണ് ഈ ആപ്പിൻ്റെ അർത്ഥം. ഈസ്മൈ ഡീൽ എന്ന് പറഞ്ഞ ആപ്പിൽ റീചാർജിങ് ബാക്കി എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. റീചാർജിങ് ഉണ്ട്, ക്യാഷ് ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവരുടെ ഡിജിറ്റൽ ഗോൾഡിൽ വരുന്ന പ്രശ്നങ്ങളാണ് ഈ കാണിക്കുന്നത്. അതായത് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ ഒന്നും ഈ ഡിജിറ്റൽ ഗോൾഡിന് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു സർക്കുലർ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ മാസമാണെന്ന് തോന്നുന്നുണ്ട്. അതായത് അതിന് വരുന്ന ഡിജിറ്റൽ ഗോൾഡ് വാങ്ങിയിട്ട് വരുന്ന ഒരു ലോസിനും ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ബാക്കി സംവിധാനങ്ങളോ ഉത്തരവാദികളല്ല, അത് വാലിഡ് അല്ല എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മ്യൂച്വൽ ഫണ്ട് ETF മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുകയായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. പിന്നെ അല്ലെങ്കിൽ ഫിസിക്കൽ ഗോൾഡിൽ നമുക്ക് കൂടുതൽ നഷ്ടം വരും. കാരണം അതിൽ വർക്കിംഗ് ലോസ് അതുപോലെ ബാക്കി അതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പൈസ ജ്വല്ലറിയിൽ നമുക്ക് എക്സ്പെൻസ് ആവും. അപ്പോൾ അതിലും നല്ലത് മ്യൂച്വൽ ഫണ്ട്, ഗോൾഡ് ETF അല്ലെങ്കിൽ സിൽവർ ETF വാങ്ങുക. ഇതുപോലുള്ള ഈസ്മൈ ഡീൽ പോലുള്ള ആപ്പുകളിൽ നിന്ന് നിങ്ങൾ പരമാവധി ഒഴിവാക്കുക. പേടിഎം ആണെങ്കിലും ക്രെഡ് ആണെങ്കിലും ഏത് ആപ്പായാലും അതിൽ കൃത്യമായിട്ട് ലോസ് വരുന്നുണ്ട് നമുക്ക്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചിട്ട് ഇടയ്ക്കൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്കതിനെക്കുറിച്ച് മനസ്സിലാവും. ഇതാണ് ആ ആപ്പ്. ഈ ആപ്പിലാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. ബാക്കിയെല്ലാം സംഭവത്തിൽ കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എനിക്ക് ഇവരുടെ ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു സിസ്റ്റമാറ്റിക് അല്ലാത്ത സംവിധാനം നമുക്കതിന് വലിയൊരു തുക അതിൽ മിസ്സാവാത്തത് കൊണ്ട് തന്നെ നമുക്കതിനെക്കുറിച്ച് കൂടുതലൊന്നും ഇതാക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മളിതിനെക്കുറിച്ച് പറയുന്നില്ല. ഇതിൽ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റും മറ്റുള്ള എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട്. പക്ഷേ ഇവരുടെ ഇങ്ങനെയുള്ളൊരു സിസ്റ്റം കണ്ടതിന് ശേഷം നമുക്കിതിനോട് വലിയ താല്പര്യമില്ല. കാരണം ഒരാഴ്ചയായി നമ്മുടെ ഇത് പ്രോസസ്സ് ചെയ്യാൻ കൊടുത്തിട്ട്. അപ്പോൾ നമുക്കിത് കണ്ടില്ലേ, പ്രോസസ്സ് ചെയ്യപ്പെടുന്നില്ല. ഞാനത് നിങ്ങൾക്ക് അതിൻ്റെ ട്രാൻസാക്ഷൻ്റെ നമ്പർ കാണിക്കാത്തത് ഞാനത് വേണ്ടാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥകൾ. അപ്പോൾ പരമാവധി ഡിജിറ്റൽ ഗോൾഡിൽ നമ്മൾ ഓൺലൈൻ വാങ്ങാതിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. ഡിജിറ്റൽ ഗോൾഡിന് യാതൊരു സെക്യൂറായിട്ടുള്ള നമ്മളൊരു കാര്യങ്ങളും അതിൽ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഡിജിറ്റൽ ഗോൾഡ് നമ്മൾ പരമാവധി ഒഴിവാക്കുക. അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് വാങ്ങുക. പേടിഎം പോലുള്ള പ്ലാറ്റ്ഫോമിൽ നിന്ന് വാങ്ങുക, അതും നമുക്ക് വലിയ ലോസാണ് വരുന്നത്. അപ്പോൾ പരമാവധി ഡിജിറ്റൽ ഗോൾഡ് ഒഴിവാക്കുക എന്നുള്ളതാണ് അഭിപ്രായം. എന്നിട്ട് മ്യൂച്വൽ ഫണ്ട്, ഗോൾഡ് ETF ഫണ്ടോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ചെറിയ ലോസ് താൽക്കാലികമായിട്ട് വന്നാൽ പോലും അത് ഭാവിയിൽ വൻ മുന്നേറ്റം ഉണ്ടാവും. കാരണം ഒരുവിധം ഗോൾഡ് ആയാലും സിൽവർ ആയാലും മേലോട്ട് പോവുകയുള്ളൂ. അത് ഷെയറുകളായിട്ടാണ് നമുക്ക് തരിക. അതുകൊണ്ട് നമുക്ക് തരുന്ന ലോസ് കുറയും. പിന്നെ സ്റ്റോക്കായിട്ട് വാങ്ങുകയാണെന്ന് വെച്ചാൽ അത് വേറെ വാങ്ങിക്കാം. നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ വാങ്ങിക്കുകയാണ് ഏറ്റവും ബെറ്റർ. നമുക്ക് ലോസ് കുറയും. അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ ഇതാണ് ആപ്പ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് വേണ്ടമാതിരി ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ നല്ലത്. കാരണം നമ്മുടെ ക്യാഷ് അത്രയും അധ്വാനിച്ചുണ്ടാക്കുന്ന ക്യാഷാണല്ലോ, നഷ്ടപ്പെടരുത് വെച്ചിട്ട് ഞാനിത് വന്നത്. ഡിജിറ്റൽ ഗോൾഡ് പരമാവധി ഓൺലൈൻ ഒഴിവാക്കിക്കോളൂ, ഏറ്റവും നല്ലതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിങ്ങനെ കുറേ അതായത് നമ്മുടെ അനുഭവത്തിൽ വരുന്നതും അതുപോലെ നമ്മുടെ അറിയപ്പെടുന്നതായിട്ടുള്ള നമ്മുടെ വിവരം തരുന്നതായിട്ടുള്ള കുറേ വീഡിയോസ് നമ്മൾ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഇത് വേറെയുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള ആപ്പുകളെക്കുറിച്ചും പല ആപ്പുകളുണ്ട്. അപ്പോൾ എല്ലാം ശ്രദ്ധിക്കുക. നമ്മുടെ പൈസ വിലപ്പെട്ടതാണ്. ഓക്കെ, താങ്ക് യു.